എല്ലാവർക്കും അറിയാരുചികളുടെയും കാണാക്കാഴ്ചകളുടെയും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ലാലേട്ടനൊക്കെ കണ്ട് ആശീർവാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ യാത്ര തുടർന്ന് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മല്ലു സിംഗുകളുടെ നാടായിട്ടുള്ള പഞ്ചാബിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദുർഗ്യാന ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ പഞ്ചാബിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ, അപ്പം അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് ശുഭമായിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ അമ്പലത്തിൽ പോവല്ലേ? ബാ. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് എൻട്രൻസിൻ്റെ ആ ഒരു വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര കാറ്റ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇവിടെ ഒത്തിരി അധികം പ്രസാദങ്ങൾ വെക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ടുള്ള. ഞാനൊരു സാധനം വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും വാങ്ങാം. ഭയ്യ യെല്ലോ ठीक है, പ്രധാൻ പ്രസാദ്. അപ്പോൾ അകത്ത് പൂജാരിക്ക് കൊടുക്കാനാണ് ഈ സംഭവം. ഇത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ ദുർഗ്യാന ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ പേര് പോലെ തന്നെ ദുർഗ്യാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗയുടെ അമ്പലം എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഗോൾഡൻ ടെമ്പിളിന്റെ അതേ ഒരു ആകൃതിയിലാണ് ഇതും പണിതിരിക്കുന്നത്. അതിന്റെ മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണ നിറമാണ്. എന്തായാലും ആദ്യമായിട്ടാണ് പഞ്ചാബിൽ വന്നിട്ട് ഒരു അമ്പലത്തിൽ പോകുന്നത്. പഞ്ചാബിൽ അധികം സിഖുകാരാണെങ്കിൽ കൂടി ഈ ഒരു അമ്പലം ഹിന്ദു അമ്പലമാണ്. ഞാൻ ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ മാതാജി കാ ടെമ്പിൾ എന്നാണ് പറഞ്ഞത്. നമ്മളവിടെയൊക്കെ ദേവി പറയണ മാതിരി ഇവിടെ മാതാജി എന്നാണ് പറയുന്നത്. അതേ അങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര നല്ല പാട്ടും ഒരു ആംബിയൻസും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഫോട്ടോഗ്രാഫ്സ് ആർ നോട്ട് അലൗഡ് ഇൻ ദ ടെമ്പിൾ. നമുക്ക് എന്നാൽ പോയിട്ട് ഓരോ ജനലുകളും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെ ഓരോരോ അവതാരങ്ങൾ കാണാൻ പറ്റും. ശ്രീകൃഷ്ണൻ, അത് വാമനൻ, നരസിംഹം, മഹാവിഷ്ണു, മത്സ്യം, കൂർമ്മം, ശ്രീരാമൻ, അതിനു മുകളിൽ ഹനുമാൻ സ്വാമിയുടെ, അങ്ങനെ ഒത്തിരിയധികം ദൈവങ്ങളുടെ പടങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ മഹാദേവനും ശ്രീ പാർവതിയുടെയും ഒക്കെ പടം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തൊഴുതിറങ്ങി. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രസാദമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതെന്നുള്ള മാല എടുത്തിട്ട് ഇതവർ നമുക്ക് തന്നുവിടും. ഈ ഒരു സീനെ ബേസ് ചെയ്തിട്ടൊരു മലയാളം കവിതയൊക്കെ ഇല്ലേ, കുചേലവൃത്തം വഞ്ചിപ്പാറ്റ്. ആഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേലിരിക്കും മേഴാമാളിക മുകളിലിരുന്നരുളും 7 ലഘുവാഴിയായ തമ്പുരാനത്രയും താഴെ തന്റെ വയസ്യനെ ദൂരത്തു കണ്ടു. ഞാനെന്നാലോ കവിതയുടെ ബാക്കി ആലോചിച്ചിരിക്കുന്നത്. അമ്പലത്തിലെ വിസിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം ഗൈസ്. അങ്ങനെ ബല്ലെ ബല്ലയിൽ എത്തിയപ്പം ഞാൻ അവരോട് ആദ്യം ഒരു ലസ്സിയാണ് ചോദിച്ചത്, കാരണം എനിക്ക് നോർത്ത് ഇന്ത്യൻ ലസ്സീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ കൂടെ നമുക്ക് ബല്ലെ ബല്ലെ ചിക്കനും അമൃത്സറി ചിക്കനും ഈ 2 സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചേട്ടനുടെ കൂടെ സസ്യരേക്കാൾ ഭയ്യ. ഓക്കെ, हम क्या बनाएंगे पहले? ബല്ലെ ബല്ലെ ചിക്കൻ. ठीक है. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബല്ലെ ബല്ലെ ചിക്കൻ എന്ന് പറയുന്ന ഡിഷാണ്. അതിന് പാനിലേക്ക് ആദ്യം ഒരു ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഹേന. അപ്പോൾ ബട്ടർ ഇട്ടു. ബട്ടർ ഇട്ടതിന് ശേഷം എന്താ ഇപ്പം ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത്തിരി സീനാണ് ഞാൻ ഇവിടെ നിന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ठीक है,
ആദ്യം നമ്മൾ ബട്ടർ ഇട്ടു, പിന്നാലെ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ മുളകിട്ടു, പിന്നെ സവാള ഇട്ടു, ഇവ ഗാർലിക് പേസ്റ്റ് ഇട്ടു. എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തീ കൂട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അത് നമുക്ക് കണ്ടാലറിയാം. മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ചിക്കനാണ്. അപ്പോൾ ആ ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീസ് ടീക്കെ. അപ്പം അതിനകത്തേക്ക് ഇതാ ഇപ്പം ചീസ് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഗ്രേറ്റ് ചെയ്ത്, തക്കാളി, അതേപോലെ തന്നെ കാഷ്നട്ട്, പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ടാണ് ഇരിക്കുന്നത്. ക്രീം, ഫ്രഷ് ക്രീം. ഓക്കെ, പിന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ലസ്സി ആട്ടോ ഇവരുടെ ലസ്സി. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് ഗ്രേവീസ് തൊട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കുന്നുണ്ട്. റെഡി ചിക്കൻ. ഓക്കെ. അപ്പോൾ അതാ ബല്ലെ ബല്ലെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇത്തിരി കൊറിയാൻഡർ ലീഫും കൂടെ ഇട്ട് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ബല്ലെ ബല്ലെ ചിക്കൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ലെഗ് പീസ് തന്നെ എടുക്കും. അതായത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വാവ്. അങ്ങനെ ബല്ലെ ബല്ലയുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ ബല്ലെ ബല്ലെ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃത്സറി ചിക്കനാണ്. അപ്പോൾ ബട്ടർ ഒഴിച്ചു, അതേപോലെ തന്നെ ഓയിൽ ഇട്ടു, അതിനുശേഷം ഗാർലിക് ആണ് ഇടുന്നത്. ഓണിയൻ ഡാല. ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് ഇനി ഞാൻ അടുക്കള കയറും. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുമന്ന മുളക് പൊടി ഇട്ട് കൊടുത്തു. ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. മറ്റേ നമ്മൾ ബല്ലെ ബല്ലെ ചിക്കൻ ഇട്ടപ്പോൾ ചിക്കൻ മസാല ഇട്ടിട്ടില്ല കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്തു. ഇനി വെള്ളം ഒഴിക്കാൻ പോവാ കേട്ടോ. ആ കൈ വെച്ചൊന്നും തളിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, ഒരുപാട് ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഓണിയൻ ഗ്രേവി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ റെഡി. ഓ ടീക്കെ, കറക്റ്റ് പെർഫെക്റ്റ് ടൈമിംഗ്. അമൃത്സറി ചിക്കൻ റെഡി ആയി ഗൈസ്. അപ്പോൾ ദാ അമൃത്സറി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതും എന്തെങ്കിലും റൊട്ടി അല്ലെങ്കിൽ റൈസ്, പിന്നെ ബല്ലെ ബല്ലെ ചിക്കൻ, ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ കഴിക്കും. എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ബല്ലെ ബല്ലെ ചിക്കൻ, ഇത് അമൃത്സറി ചിക്കൻ, ഇത് റൊട്ടി, ഇത് ഇതാ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി കഴിക്കാം. അപ്പോൾ ബല്ലെ ബല്ലെ ചിക്കനാണ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കിട്ടി ലെഗ് പീസ് കിട്ടി. ബല്ലെ ബല്ലെ ചിക്കനാണ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കൺഫ്യൂഷൻ പാടില്ല. എന്തായാലും നമുക്കിതാ നമ്മുടെ ബല്ലെ ബല്ലെ ചിക്കന് റോട്ടിയും കൂടെ കഴിക്കാം. അടിപൊളി. ഇതാണ് ബല്ലെ ബല്ലെ ചിക്കൻ. അടിപൊളി. ഈ ചിക്കൻ ഭയങ്കര ജ്യൂസിയാണ്. കണ്ട, നല്ല ടെൻഡറാണ്. ഇനി അടുത്ത നമുക്ക് അമൃത്സറി ചിക്കൻ കഴിക്കാം. ഈ ചിക്കനൊക്കെ നല്ലപോലെ അവർ വേവിച്ച് അടിപൊളിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഒരു പ്രത്യേക തരം ഗ്രേവി. കാരണം ഇതിനകത്ത് അവർ ടൊമാറ്റോ ഗ്രേവി ചേർത്തിട്ടില്ല, ഓണിയൻ ആണല്ലോ. സോഫ്റ്റ് ചിക്കൻ കേട്ടോടാ, ഭയങ്കര സോഫ്റ്റ്. നല്ല പോലെ ഈ ചാറിൽ മുക്കി. അമൃത്സറി ചിക്കൻ. അമൃത്സറിന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ അമൃത്സറി ചിക്കൻ കഴിക്കാറ് ഗൈസ്. ഈ ചിക്കനൊക്കെ പെട്ടെന്ന് തിന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ. കാരണം ഞാൻ അടുത്തതായി ഒരു ബഡാ സംഭവം കാണാൻ പോവാണ്. ഞാനിപ്പോൾ വാഗാ ബോർഡറിലാണുള്ളത്. ഞാനവിടെ പോയിട്ട് പരേഡ് കാണാൻ പോവാണേ. അപ്പോൾ ഇത് പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട്. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾ പഞ്ചാബി വരുന്നുണ്ടെങ്കിൽ
Balle Balle Chicken and Amritsar chicken. Marakanda, കഴിച്ചോ. ഓർക്കാൻ എളുപ്പമല്ലേ പഞ്ചാബ് ബല്ലെ ബല്ലെ അമൃത്സർ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ വാഗ ബോർഡറിലേക്ക് പോണ വഴി ഹൈവേയിൽ ഒരു ചെറിയ ചായക്കട കണ്ടു. ചെറിയ ചായക്കടയാണെങ്കിലും വലിയ തിരക്കാണ് ആ ചായക്കടയുടെ മുമ്പിൽ. അപ്പം അവിടെ എന്തോ ഇരുന്നിട്ടാണല്ലോ. അപ്പോൾ അതെന്താണെന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് കാല് കുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അവിടെ എന്താ സ്പെഷ്യൽ ഉള്ളതെന്ന്. ഇതാ ഇവിടെ ഒത്തിരി അധികം ആൾക്കാർ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. ഫാമിലീസ്, കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തോ പക്കാവടയാട്ടോ അവർ സ്പെഷ്യലായി കൊടുക്കുന്നതന്നെ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം. വരും. ഓക്കെ, നമുക്ക് ആ പക്കോട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഹാ ठीक है. कौन कौन? താങ്ക് യു. മൺ ഗ്ലാസ്സിൽ കാപ്പി ഇട്ടിട്ടുണ്ട്. താങ്ക് യു. കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ പക്കോട. 2 തരത്തിലുള്ള ചട്നി ഉണ്ട്. മിക്സ്ഡ് വെജിറ്റബിൾ പക്കോടയുണ്ട്. അതിൻ്റെ പുറത്ത് കൂടെ എന്തോ ഒരു പൊടി വെതറിയിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കഴിച്ചു നോക്കാം, ഇതെന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കായുണ്ട്, മുളകുണ്ട്, പൊട്ടേറ്റോ ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബജ്ജി, ഒരു പക്കോടയാണിത്. നമുക്ക് എന്തായാലും കഴിക്കാവേ. ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ മുളകുണ്ട്, പൊട്ടറ്റോ ഉണ്ട്, കായുണ്ട്, ഒത്തിരി അധികം സാധനങ്ങൾ വെച്ചിട്ട് ഒരു മിക്സ് വെജിറ്റബിൾ പക്കോടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വാഗ ബോർഡറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ ഭയങ്കര വലിയ ക്യൂ ആണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ തോന്നുന്നു. എന്തായാലും ഇവിടെ ഒരു ചേട്ടൻ മുഖത്ത് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ത്രിവർണ്ണ പതാക വരച്ച് തരുന്നുണ്ട്. അപ്പോൾ ഞാനും ഓർത്തു, ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ ഞാനിത് വരയ്ക്കണ്ടേ. നമ്മുടെ ഇന്ത്യയിലെ അമൃത്സറിൽ നിന്ന് 32 കിലോമീറ്റർ മാറി പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്ന് 24 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വാഗ ബോർഡർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ ഒരു പരേഡ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ, ഹൈലി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുടി തൊട്ടിട്ട് കാലിലെ നഖം വരെ പരിശോധിച്ചിട്ടായിരിക്കും അകത്തേക്ക് കയറ്റി വിടുക. ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡുള്ള ഒരു സ്ഥലം നിൽക്കണം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഫുഡിന് നല്ല അടിപൊളി മണവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം ഇവിടെ എന്തൊക്കെ ഫുഡാണുള്ളത് എന്ന്. നന്നായി വിശക്കുന്ന എൻ്റെ മുമ്പിലേക്ക് ആദ്യം എത്തിപ്പെട്ടത് 1 ബൈറ്റ് റോൾസ് എന്ന് പറയുന്ന ഒരു കടയാണ്. പക്ഷേ 1 ബൈറ്റ് ഒന്നും പറ്റത്തില്ല. എനിക്കൊരു ഡബിൾ എഗ് റോൾ കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വരും. അപ്പോൾ ഞാനൊരു ഡബിൾ എഗ് ചിക്കൻ റോളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നല്ല ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കടയാട്ടോ. ഇവിടെ ഓൾറെഡി സംഭവങ്ങൾ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം അവരെങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഡബിൾ എഗ് ചിക്കൻ റോൾ ഇവിടെ റെഡി ആവുകയാണ്. ആദ്യം ദോ എഗ്സ് ഹേ? ഓക്കെ, 2 മുട്ട എടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്യാ റൊട്ടി ഹേ ഭയ്യ? റൊമാലി? ഓക്കെ, റൊമാലി റൊട്ടിയിലാട്ടോ ഇവർ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ റൊമാലി റൊട്ടി അവർ നല്ലപോലെ ആദ്യം ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റൊമാലിയുടെ ഓൾറെഡി പാക്കറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പരത്തിയിട്ടാണ് ഇവർ ചുട്ടെടുക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ ജ്യൂസി ആയിട്ടുള്ള സംഭവമാണ്.
നമ്മൾ നമ്മുടെ ഡബിൾ ചിക്കൻ റോള് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ സോയ ചാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവിടെ കിട്ടുന്നുണ്ട്. അതിവിടെ നല്ല ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് കയറി നോക്കാം അതെന്താ സംഭവം. भैया एक सोया चाट है ना? सोया चाम എന്നാട്ടാ പറയുന്നത്. സോയ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഭയങ്കര ചിക്കൻ്റെ ടേസ്റ്റാണ്, പക്ഷേ വെജിറ്റേറിയൻ ആണ് സംഭവം, കാരണം സോയ വെച്ചിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട്. റൊമാലി റൊട്ടി പേർ ഹേ സോയ ചാം കാ? റൊമാലി റൊട്ടി വെച്ചിട്ടാണ് ഇവരത് പെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റൊമാലി റൊട്ടി അവരവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എന്തായാലും ഇവിടെ ഈ സോയ ചാം എന്ന് പറയുന്ന സംഭവം റെഡിയാവും. അപ്പം സോയ എന്തായാലും അത് കോർത്തിട്ട് അവർ ചുട്ടെടുക്കുകയാണ്. ക്രീമും ബട്ടറൊക്കെ വെച്ചിട്ട് അതിൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ പേസ്റ്റാണ് ഇപ്പോൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പം സോയ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ. ബട്ടർ ഹേ? ഓക്കെ, അപ്പം ബട്ടറാട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം നല്ലപോലെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ ടിക്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാട്ടോ ഇവിടെ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഒത്തിരി അധികം ആൾക്കാർ വന്നിട്ട് കഴിക്കുന്നുണ്ട്. കോർപ്പറേറ്റ്സിൽ നിന്നൊക്കെ ചേട്ടന്മാർ വന്നിട്ട് ഈവനിങ്ങിൽ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നതെന്ന് തോന്നുന്നത്. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും റൊമാലി റൊട്ടിയിൽ നല്ലപോലെ ബട്ടർ തേച്ചിട്ട് തരുന്നുണ്ട്. ഇത് ഈ റൊമാലി റൊട്ടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് ഇവർ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് പുദീനൻ്റെ ചട്നി ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സോയ അവർ നല്ലപോലെ കട്ട് ചെയ്തിട്ടാട്ടോ നമുക്ക് തരുന്നത്. ഓക്കെ, ഗാർലിക് ചില്ലി സോസിനകത്തേക്കൊക്കെ ഇട്ടിട്ടാണ് ഈ സംഭവം മിക്സ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോയ ചാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം ഒരു റൊമാലി റൊട്ടി, സോയ ചാപ്പ്, ഓണിയൻ വിത്ത് നമ്മുടെ പുദീന ചട്നി എല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോയ ഭയങ്കര സോഫ്റ്റാണ്. ഓൾസോ ആ സോസിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോസിൻ്റെ ഫ്ലേവറാട്ടോ എടുത്ത് നിൽക്കുന്നത്. നമുക്ക് അവരൊന്ന് റൊമാലി റൊട്ടി വെച്ചിട്ടൊരു പിടുത്തം പിടിക്കാം. ചുട്ടെടുത്ത് തന്നതുകൊണ്ട് ആ ഒരു കോളിൻ്റെ ടേസ്റ്റ് നല്ലപോലെ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെയും ഗാർലിക്കിൻ്റെയും അവർ ആഡ് ചെയ്ത സ്പൈസസിൻ്റെയും ഒക്കെ രുചി നല്ല പോലെ വരുന്നുണ്ട് കേട്ടോ. നല്ല സംഭവം അടിപൊളി. വെജിറ്റേറിയൻസിന് ശരിക്കും പറഞ്ഞാൽ നോൺ കഴിക്കുന്ന ആ ഒരു രീതിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന, ആ ഒരു ഫീലോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സോയ ചാപ്പ്.